പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് യുഎഇയിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ വ്യാപക തടസ്സങ്ങൾ. എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ് തുടങ്ങിയ കമ്പനികളുടെ സർവീസുകൾ റദ്ദാക്കിയത് യാത്രക്കാരെ പ്രതിസന്ധിയിലാക്കുകയാണ്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്ന് അധികൃതർ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷാവസ്ഥയെ തുടർന്ന് യുഎഇയിൽ നിന്നുള്ള വിമാന സർവീസുകളിൽ വ്യാപക തടസ്സങ്ങളാണ് ഇപ്പോഴും നേരിടുന്നത്. എമിറേറ്റ്സ്, ഇത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ് തുടങ്ങിയ പ്രമുഖ യുഎഇ വിമാന കമ്പനികളുടെ സർവീസുകൾ റദ്ദാക്കലുകൾക്കും വൈകലുകൾക്കും ഇടയായിട്ടുണ്ട്. മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങൾ അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണെന്നും ചില റൂട്ടുകളിൽ സർവീസുകൾ ഭാഗികമായി തുടരുന്നുണ്ടെന്നും അധികൃതർ വ്യക്തമാക്കി. ദുബായിൽ നിന്ന് ബഹ്റൈനിലേക്കുള്ള ചില പ്രധാന സർവീസുകൾ എമിറേറ്റ്സ് റദ്ദാക്കിയിട്ടുണ്ട്. എങ്കിലും മറ്റു ചില റൂട്ടുകൾ ഷെഡ്യൂൾ പ്രകാരം പ്രവർത്തിക്കുന്നുണ്ട്. അബുദാബിയിൽ നിന്നുള്ള ബഹ്റൈൻ, കുവൈറ്റ് സർവീസുകൾ ഇത്തിഹാദ് എയർവേസ് നിലവിലെ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ക്രമീകരിച്ചിരിക്കുകയാണ്. ഭൂരിഭാഗം സർവീസുകളും ഷെഡ്യൂൾ അനുസരിച്ച് നടക്കുന്നുണ്ടെങ്കിലും ചില മാറ്റങ്ങളുമുണ്ട്. യുഎഇയിൽ നിന്ന് കുവൈറ്റ്, ബഹ്റൈൻ എന്നിവിടങ്ങളിലേക്കുള്ള എയർ അറേബ്യയുടെ ചില സർവീസുകൾ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ എന്നിവിടങ്ങളിലേക്കുള്ള ഫ്ലൈ ദുബായിയുടെ സർവീസുകൾ മുടക്കമില്ലാതെ തുടരുന്നുണ്ടെങ്കിലും മറ്റു ചില റൂട്ടുകളിൽ തടസ്സമുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ എയർപോർട്ടിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് യാത്രക്കാർ തങ്ങളുടെ ഫ്ലൈറ്റ് സ്റ്റാറ്റസ് ഔദ്യോഗിക വെബ്സൈറ്റ് വഴി കൃത്യമായി പരിശോധിക്കണമെന്നാണ് വിമാന കമ്പനികൾ കർശന നിർദ്ദേശമായി നൽകുന്നത്. സുരക്ഷാ പരിശോധനകളും തിരക്കും കണക്കിലെടുത്ത് വിമാനം പുറപ്പെടുന്നതിന് കുറഞ്ഞത് 3 മുതൽ 4 മണിക്കൂർ മുൻപെങ്കിലും എയർപോർട്ടിൽ എത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.